ഹലോ, വെൽക്കം ടു മൈ സ്മോൾ വേൾഡ്. ഇന്ന് എൻ്റെ വീട്ടിൽ സർപ്പ പൂജയാണ്. അതുകൊണ്ടാണ് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പിള്ളേരെ റെഡിയാക്കി താഴോട്ട് വിട്ടിട്ടുണ്ട്. ആ കാണുന്നതാണ് എൻ്റെ വീട്ടിലെ സർപ്പക്കാവ്. അതൊരു സ്മോൾ സ്പേസാണ്. എന്നും വിളക്ക് കത്തിക്കാറുണ്ട്. പക്ഷേ പൂജ വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. അന്ന് ഫാമിലിയിലുള്ള എല്ലാവരും മാക്സിമം വരാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പച്ചിമാരും ചിറ്റമാരും അങ്ങനെ കസിൻസും എല്ലാവരും വരും. അങ്ങനെ ഓരോരുത്തരായിട്ട് രാവിലെ വന്ന് തുടങ്ങി. പക്ഷെ ഒരുപാട് പേരിന്ന് മിസ്സിങ് ആണ് കേട്ടോ. കോളേജും എക്സാമിനേഷനും പിന്നെ കസിൻസൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങി. എല്ലാവരും വലുതായില്ലേ, അതുകൊണ്ട് എല്ലാവരും തിരക്കിലാണ്. അവർക്കാർക്കും വരാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട് കേട്ടോ. നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. തിരുമേനി വന്ന് പൂജ സ്റ്റാർട്ട് ചെയ്യും, പായസം ഉണ്ടാക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു ഉച്ചയോട് മുന്നേ ആയിട്ട് എല്ലാം തീരും. ഇന്ന് ഈ വെയിലൊക്കെ അല്ലേ, കുറച്ച് നേരത്തെ ആക്കിയേക്കാം എന്ന് തിരുമേനി തന്നെ പറഞ്ഞു. ഒരു 7-7:30 ആയപ്പോഴത്തേക്കും തിരുമേനി ഓൾറെഡി വന്നു. കുറച്ച് നേരത്തെ എണീറ്റത് കൊണ്ട് ഇവൾ നല്ല ഉറക്കക്ഷീണത്തിലാണ്. അതുപോലെ വഴക്കുമുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് മാറുന്നേയില്ല. ഇതെൻ്റെ ഒരു കസിനാണ്. ആൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കുക. ഓൾറെഡി 3 പേരുണ്ട്. അതിൻ്റെ കൂടെ ഒരാളൂടെ. ആരും അവരുടെ ജോലിയൊന്നുമല്ല ചെയ്യുന്ന കേട്ടോ, എങ്കിലും ഒരു എൻജിനീയർ ആവട്ടെ. അമ്മ ആസ് യൂഷ്വൽ ബിസി ഇൻ ദ കിച്ചൺ. ഓൾ ദ ടൈം ഷീസ് ബിസി. എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഫോണും കൊണ്ട് നടക്കാതെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ, കുറച്ച് തേങ്ങ ചിരണ്ടിത്താ. തീരെ ഇഷ്ടമല്ല എനിക്ക്, എങ്കിലും അമ്മ പറഞ്ഞല്ലേ ചെയ്തേക്കാം. അച്ഛൻ കാര്യമായിട്ട് എന്തോ ആലോചനയില്ല, വലിയ താല്പര്യമൊന്നുമില്ല വീഡിയോ എടുക്കുന്നതിൽ. അങ്ങനെ നമ്മുടെ തിരുമേനി എത്തിയിട്ടുണ്ട്. ഇനി നേരെ പൂജ ചെയ്യാനായിട്ട് തുടങ്ങും. ഇതെൻ്റെ ചിറ്റയാണ്. ചിറ്റയുടെ കുഞ്ഞു ആവ കുഞ്ചൂസ്. ചിറ്റയ്ക്ക് 2 മക്കളാണ്, പക്ഷെ ഒരാളെ വന്നിട്ടുള്ളൂ. മറ്റേ ആൾക്ക് എക്സാമാ, അത് കാരണം വന്നില്ല. അങ്ങനെ ഓരോരുത്തരും അവരുടെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒഫീഷ്യൽ മാല കെട്ടുകാരാണ് എൻ്റെ അപ്പച്ചി. ഞാൻ ചേച്ചിയമ്മ എന്ന് വിളിക്കും. ഞാനും ചേച്ചിയമ്മയും കൂടെ ആയിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരാൾ വന്ന് കാലേ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനങ്ങ് മാറും എല്ലാത്തിനും. പായസത്തിനും പടച്ചോറിനുമുള്ള അരി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. തിരുമേനി ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നേരം അവളെ കൊണ്ട് അവിടെ പോയി നിന്നു. അവളതൊക്കെ കാണട്ടെ എന്ന് തോന്നി. ഇതവളുടെ ഫസ്റ്റ് ടൈമാണ് ഈ പൂജ. ഇതാണ് എൻ്റെ അനിയൻ, നാട്ടിലെ നല്ലവനായ ഉണ്ണി, വീട്ടിലെ കണ്ണിലുണ്ണി. കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിച്ച് പോകുന്ന പോക്കാണ് ഇപ്പം കണ്ടത്. ടുറ്റുവിന് ഇങ്ങനെ ഓരോ ഹെൽപ്പൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അവനെ നമ്മളൊന്ന് മെയിനാക്കി വിട്ടാൽ മതി. അവന് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അല്ലെങ്കിൽ ആൾ ഭയങ്കര ഡൗൺ ആയിപ്പോവും. അതുകൊണ്ട് അവനോട് ഞാൻ പറഞ്ഞു, പറയുന്നതെല്ലാം അതേപോലെ ചെയ്യുകയാണെങ്കിൽ അവിടെ പോയി നിന്ന് ഹെൽപ്പ് ചെയ്തോന്ന്. ഇവിടെ എല്ലാം വൃത്തിയാക്കാനും എല്ലാത്തിനും കസിൻ്റെ കൂടെ അവനും ഉണ്ടായിരുന്നു ഇന്നലെ. പൂജയ്ക്ക് വേണ്ട പന്തം ഉണ്ടാക്കുന്നതും കരിക്കെടുക്കുന്നതും എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ പതുക്കെ ഒരു ചായയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ കണ്ണിലുണ്ണിയാന്ന്. ചായ വരെ വാങ്ങിക്കൊടുക്കാൻ ആൾക്കാരുണ്ട്. എനിക്കതിൻ്റെ അസൂയൊന്നുമില്ല കേട്ടോ, എന്നാലും കണ്ടപ്പോൾ ഒന്ന് വീഡിയോ പകർത്തിയെന്നേ ഉള്ളൂ. തിരുമേനി പൂജയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അഭിഷേകമൊക്കെ ചെയ്ത് മഞ്ഞളാടി. ഇനി ദീപാരാധന ആകുമ്പോഴേക്കും എല്ലാവരും വന്ന് കൂടും. ഒന്ന് തൊഴാൻ പറഞ്ഞാലും എൻ്റെ മോൾക്ക് കഥകളിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കാരണം അവൾ കൊച്ചിലെ മുതലേ ചേട്ടൻ്റെ കഥകളി അഭ്യാസം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപാരാധന സമയമായപ്പോൾ അവിടെ ഇവിടെ നിന്ന് എല്ലാവരും എന്തായാലും ഒരുമിച്ചെത്തിയിട്ടുണ്ട്. അച്ഛനെ അവൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അച്ഛൻ എവിടെ നിന്നാലും നേരെ അച്ഛൻ്റെ അടുത്തോട്ട് പോകും. കുറച്ച് സമയം ഇനി ഫോൺ മാറ്റി വെച്ചേക്കാൻ ഓൾറെഡി എനിക്ക് വാർണിംഗ് തന്നു. ഇനിയിപ്പം ഞാൻ കുറച്ച് ഫോൺ മാറ്റി വെച്ച് തൊഴുതതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. കുഞ്ഞിലെ മുതലേ ശുദ്ധവും വൃത്തിയിലും തന്നെയാണ് എൻ്റെ വീട്ടിലെല്ലാവരും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഞാനും അത് കണ്ടിന്യൂ ചെയ്യുന്നു. അതിലെനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. സർപ്പപൂജയിലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണ് കേട്ടോ. പന്തം കൊളുത്തി ഭഗവാന് ദീപാരാധന കൊടുക്കുന്നത്. ഇതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ്.
മനസ്സിലുള്ളതെല്ലാം പറയും. വീട്ടിലെ ആൺകുട്ടികളാണ് സാധാരണ ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങിക്കുന്നത്. ഇത്തവണ ടുട്ടുവാണത് ചെയ്തത്. യൂഷ്വലി അത് ഉണ്ണിയാണ് ചെയ്യാറുള്ളത്. പണ്ട് കസിൻസൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. ഈ ഒരു ദിവസം ഉച്ചവരെ നല്ല കളർഫുള്ളായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാം. ഇതിവിടുത്തെ സ്റ്റേപ്പിൾ ഫുഡാണ് കേട്ടോ. സാമ്പാർ മിസ്സിങ് ആണ്. എന്തോ അമ്മയ്ക്ക് സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഇത് നേദിച്ച ഉണ്ണിയപ്പാണേ. ഇനിയാണ് നമ്മുടെ താരം കടും പായസം. ഉഫ്, അത് കണ്ടില്ലേ എന്താ ടേസ്റ്റാ. ഇത്തവണ തിരുമേനി ആത്മാർത്ഥമായിട്ടാണ് കടും പായസം ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിറച്ച് നെയ്യും നല്ല വരട്ടിയെടുത്ത പായസം, പിന്നെ ഉണ്ണിയപ്പം. സ്റ്റാർ ഓഫ് ദ ഷോ. പോസ്റ്റ് പൂജ വർക്ക്സ് എന്ന് പറയുന്നത് കുറച്ച് കട്ടിയാണേ. പാത്രങ്ങളൊക്കെ തേച്ച് കഴുകണമല്ലോ. പിന്നെ കരിക്ക് നേദിച്ചത് പൊട്ടിച്ചെടുക്കുന്നു, പായസ വിതരണം, ഇതെല്ലാം ഇവിടെ ആൾക്കാരുണ്ട് ചെയ്യാൻ. നമ്മൾ ആ ഭാഗത്തോട്ടേ പോകുന്നില്ല. ഇതിൻ്റെ കസിൻ്റെ മോളാണ്. ഷീസ് വെരി ഷൈ. അച്ഛമ്മയും മോളും. ആള് കുറച്ച് സമയം എടുത്തേ ഒന്ന് സെറ്റാവുള്ളൂ. നീതിച്ച കദളിപ്പഴമാണ് നമ്മുടെ വായിൽ കേട്ടോ. ഇനി വരാൻ പോകുന്നതാണ് എൻ്റെ ഫേവറേറ്റ് തിങ്. ഉരുളിയിലെ പായസത്തിൻ്റെ അരിയൊക്കെ ചുരണ്ടി എടുത്ത് കഴിക്കുന്നത്. സ്വർഗം തന്നെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനും മോനും കൂടെ കഥകളി ക്ലാസ്സിന് പോവാണേ. ടാറ്റാ. എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ബൈ.